അല്ല ഗൈസ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് ഗ്രീസിലാണ്. അതായത് യൂറോപ്പിന്റെ ഏറ്റവും ആദ്യ ഭാഗം. അതായത് നമ്മൾ വണ്ടി ഓടിച്ചു വരാനായിട്ട് യൂറോപ്പിലെ ആദ്യ ഭാഗം. ഗൈസ് നോക്കൂ, അതായത് നമ്മളങ്ങനെ ഇന്ന് ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഗൈസ് നോക്കൂ, നമ്മുടെ ഫ്ലൈറ്റ് ഗൾഫ് എയർ ആണ്. ഇന്നല്ല നമുക്ക് ഫ്ലൈറ്റ്, നാളെ രാവിലെ വെളുപ്പിനെയാണ് നമുക്ക് ഫ്ലൈറ്റ്. പക്ഷെ ഞങ്ങൾ ഇന്നേ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോ ഒക്കെ നമുക്ക് തേടി കണ്ടുപിടിക്കണം. അതിന് ശേഷമാണ് എയർപോർട്ടിൽ എത്താൻ വേണ്ടി. അതിനുശേഷം അവിടെ വെയിറ്റിംഗ് ഉണ്ട്. അതിന് ശേഷമാണ് പോകാൻ വേണ്ടി. നമുക്ക് ഗൾഫ് എയർ ബഹ്റൈനിൽ 9 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. മൊത്തം 9 മണിക്കൂർ ട്രാവലും ഉണ്ട്. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ പോയി നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങും. അപ്പം നമ്മളവിടെ കൂട്ടാൻ വേണ്ടി നമ്മുടെ വീട്ടുകാർ വരും. ഗൈസ് നോക്കൂ, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ഈ റൂമിനോട് വിട പറഞ്ഞ് ഞങ്ങൾ നേരെ പോവാണ്. 3300 രൂപയ്ക്ക് ഞങ്ങൾ എടുത്ത റൂമാണ് അല്ലേ. 3300 രൂപയ്ക്ക് 4 ദിവസത്തേക്ക് എടുത്തു. പക്ഷെ 4 ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ 3-ാമത്തെ ദിവസം ചെക്കൗട്ട് ചെയ്യുകയാണ്. അതിനൊക്കെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുതിയ ടീഷർട്ടും ഗൈസ്? എങ്ങനെയുണ്ട് ഗുയ്സ്? വാവ്, വളരെ സൂപ്പറാണ്. നാട്ടിലെ 600 രൂപയ്ക്ക് മേടിച്ചാണ്. 2 എണ്ണമല്ല, 1 എണ്ണം. ഗൈസ് ഞങ്ങൾ പോവാട്ടോ. ഞങ്ങൾക്ക് ഒട്ടും വയ്യാന്ന് വെച്ചാൽ ഒട്ടും വയ്യ. തളർന്ന് പോവാട്ടോ, തളർന്ന ശരീരമൊക്കെ. എന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പനി ഇതുവരെ മാറുന്നില്ല. എൻ്റെ അമ്മോ, 506 എന്ന് പറഞ്ഞ റൂമിലാണ് ഞങ്ങൾ ഇത്രയും ദിവസം താമസിച്ചത്. ഈ കാണുന്ന റൂമിൽ. ഇവിടെ നേരെ ലോബി കൊണ്ട് ഇത് കൊടുത്തിട്ട് പോട്ടോ കേട്ടോ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ഇന്നലെ ഭയങ്കര നെറ്റ്വർക്ക് മോശമായിരുന്നു. ഇപ്പോഴും മോശമാണ്, ഭയങ്കര. ചില ദിവസങ്ങളിൽ നെറ്റ്വർക്കും സാധനം ഭയങ്കര മോശമാണ്. ഇതുകൊണ്ടാ ഇങ്ങോട്ട് നോക്കി അപ്പാർട്ട്മെൻറ്റ്, നേരെ അങ്ങോട്ട് നോക്കി. എന്തോ ഒരു പ്രത്യേക ഫീലിംഗ് അല്ലേ. ഇവിടെ വരാൻ നേരത്ത് നമുക്ക് രാവിലെ നോക്കാൻ നേരത്ത് മൊത്തം 10 ഷീറ്റ് വെയിലടിക്കാൻ തരും. വൈകിട്ടാകുമ്പോൾ അത് വലിച്ചിടും അല്ലേ. ഞങ്ങൾ നിന്ന പ്രാന്തർ പ്രദേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ആദ്യം ഒന്ന് ഫോൺ റീചാർജ് ചെയ്യണം. 20 GB തീർന്നത് വീരല്. എനിക്ക് തോന്നുന്നു 30 GB 20 30 GB തരാൻ ഇന്ന് പല കടകളും ഇല്ല കേട്ടോ. ദൈവത്തിന് ഇതാണ് പിന്നെ മൊബൈൽ ഷോപ്പിലേക്ക് സഞ്ചരിക്കാട്ടോ. ഇന്ന് വണ്ടികൾ കുറവാണല്ലോ അവിടെ. ആയിരിക്കാം. പൈസ നോക്കുമോ? അതൊരു ബംഗ്ലാദേശിന്റെ കട കേട്ടോ. അവനത് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കയ്യിലെ വള ഊരി പോകുന്നു. അതുകൊണ്ട് ചെയ്യാൻ പറ്റൂല. എന്ന് അടുത്ത ഏതെങ്കിലും കടയിൽ പോയി നോക്കട്ടെ എന്തോ ചെയ്യൂന്ന് പറ. ഞങ്ങള് ഇവിടുത്തെ വോഡാഫോൺ ആണ്. റീചാർജ് കളിച്ചിട്ട് വലയാ പറയുന്നത്. എയർപോർട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കല്ലോ. 12 രൂപയുടെ സാധനത്തിനാണ് അല്ലേ. വേറെ സിം എടുക്കട്ടോ. മറ്റേ നമ്മുടെ കയ്യിലുള്ള സിം റീചാർജ് ചെയ്യണേൽ 12 യൂറോ കൊടുക്കണം. പുതിയ സിം എടുക്കണേൽ 12 യൂറോ കൊടുത്താൽ മതി. ആകുമ്പോൾ 80 GB കിട്ടും. പുതിയത് എടുക്കുന്നല്ലേ ലാഭം. നമുക്ക് നേരത്തെ 80 GB ഒന്നും കിട്ടിയില്ലായിരുന്നല്ലോ അല്ലേ. മാറ്റിയിടാ, നിങ്ങൾ മാറ്റിയിടുക കേട്ടോ. എന്നാൽ എയർപോർട്ടിൽ നമ്മളെ 15 രൂപ മുമ്പിച്ചല്ലേ അല്ലേ. പുതിയ സിം എടുത്തു, അതിനകത്ത് 80 GB ഉണ്ട്. ഒറ്റ ദിവസത്തേക്കുള്ള ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ പൈസയാണ്. അങ്ങനെ എങ്ങനെയാന്ന് പോയിട്ട് പോയി തന്നത്. അതായത് ഒരു ദിവസത്തേക്കാണ് ഈ സിം എടുക്കുന്നത്. വേറെ വകുപ്പില്ല കേട്ടോ ഞങ്ങൾക്ക്. അതുകൊണ്ട് മാത്രമാണ് സിം എടുത്തിട്ട് നേരെ നമുക്ക് ഇനിയിപ്പോൾ മെട്രോ ലൈൻ പിടിച്ച് നടക്കണം കേട്ടോ. നമുക്ക് ഫൈനലി ഞാൻ ബ്ലൂ ലൈൻ മെട്രോ ലൊക്കേഷൻ ഇട്ടു. അപ്രോക്സിമേറ്റ് 2.9 കിലോമീറ്റർ 42 മിനിറ്റ് നമ്മൾ നടക്കണം കേട്ടോ. ഈ കാണുന്ന വഴി കൂടെ വലിയ ആളും പേരൊന്നും ഇല്ല. ഞങ്ങൾ ഇന്ന് വരെ ഇവിടെ വന്നിട്ട് യൂറോ എടുത്തില്ല കേട്ടോ. യൂറോ വേണ്ട, യൂറോ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ക്രെഡിറ്റ് കാർഡാണ് നല്ലത്. ഞങ്ങൾ ക്രെഡിറ്റ് കാർഡാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. ഇവിടുന്ന് ഇനിയിപ്പം 1.5 കിലോമീറ്റർ കഴിഞ്ഞൊരു ട്രെയിനിങ് ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴേ ഞങ്ങൾ തുടങ്ങുവാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഇത് പിടിച്ചാലും ഗൈസ് ഇപ്പോഴേ ഞങ്ങൾ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെളുപ്പിനെയാണ് ഫ്ലൈറ്റ്. 2 മണി വരെ മെട്രോ ഉള്ളൂ. 2 മണി വരെ പറ്റുള്ളൂ. മെട്രോ പോവുകയും ചെയ്യും. സിഗ്നലിനകത്തൂടെ കേട്ടോ ഞങ്ങൾ നടക്കുന്നത്. അങ്ങ് പോവുക അല്ലേ ലിബിയെ? അതെ. വേറെ കാര്യമുണ്ട്, നമുക്ക് മെട്രോ വലിയ പിടിപാടില്ല. ഇതാണ് ഷവർമ്മ. പമ്പ സെറ്റപ്പ് ആട്ടോ. ഇത് കിടന്ന് കറങ്ങുന്നു. ഹായ്, വേണോടാ? വേണ്ട, പോവാ. നല്ല തീരുമാനം. കൈസ് നോക്കൂ, നേരെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവാം. ഇനിയിപ്പോൾ എയർപോർട്ടിൽ നിന്ന് എല്ലാം കഴിഞ്ഞു. ഐസ് പനി കാരണം ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു സാധനം പോലും കഴിക്കാൻ പറ്റുന്നില്ല. കസാക്കിസ്ഥാനിൽ നിന്ന് തുടങ്ങിയ പനിയാണ്. അത് ഇതുവരെ കഴിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. ഒടുക്കത്തെ പനി. ഇപ്പോൾ യൂറോപ്പിൽ വന്ന് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. യൂറോപ്പനി ആയിപ്പോയി. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് പോവുകയാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ എല്ലായിടത്തും ഭിക്ഷാടനങ്ങൾ. ഇതേ ഇറച്ചിക്കട, മട്ടൺ കട കേട്ടോ. ഇവിടെ നേരെ ഇനിയിപ്പം 4 കിലോമീറ്റർ അല്ലേടാ. 4 കിലോമീറ്റർ അടുത്ത് നമുക്ക് സഞ്ചരിക്കാനുണ്ട്.
2.8 40 മിനിറ്റ്. ആ ഗൈസ് 2.8 കിലോമീറ്റർ ടോട്ടൽ ഷവർമയാണ്. ഈ ഷവർമ കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഓർഡർ ചെയ്തു. ലിവിന് വേണ്ട, ലിവിന് പനിയാണ്. ഞാൻ ഗ്രീൻ ആപ്പിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ പല സൈസ് സാധനങ്ങളുണ്ട് കേട്ടോ ഗൈസ്. രാവിലെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടത്തില്ല, അതുകൊണ്ടാണ്. ഈ ഒരു ഷവർമയും ഈ വെള്ളം ഇത്ര സാധനത്തിന് 307 രൂപ. നല്ല വലിയ നല്ല ഷവർമയല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പിൾ ട്രാവലിൻ്റെ പഴയ മോഡലില്ലേ, ആ സാധനമാണ് ഇത് കേട്ടോ. മെഴ്സിഡീസിൻ്റെ ഗ്യാസ് കൊണ്ടുവന്നാ പിന്നെ വാടാ ഗ്യാസ് വണ്ടിയല്ലേ, മെഴ്സിഡീസ് കേട്ടോ. കാണുന്ന വഴി കൂടെ നേരെ ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. ഈ വഴിയുടെ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ബംഗ്ലാദേശ് നമ്മുടെ ഏഷ്യക്കാരുടെ കടകളാണ്. ഇതൊക്കെ ഗ്യാസ്, പിന്നെ ക്യാമ്പിങ് ഐറ്റംസ്. ഇത് ക്യാമ്പിങ് ഐറ്റംസ് വിൽക്കുന്ന കടയാണ്. അതിനിവിടെ വന്നിട്ടല്ലേ ഗൈസ് നോക്കൂ, ഇവിടെ വന്നിട്ട് ഇനിയിപ്പം കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് യൂറോപ്പിൽ വന്നിട്ട്. ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ ഭർത്താവേ. നമ്മൾ 2 യൂറോ വെച്ച് കൊടുക്കാൻ. ഇവിടെ ഉള്ളവരും പിന്നെ പുറത്തുനിന്നവരും എല്ലാവരും ഭിക്ഷാടനം. ഒരു കത്തീഡ്രലാണ് ഇവിടെ. എന്തോ കല്യാണ പരിപാടിയാണ്. അവിടെ ബലൂണും കാര്യങ്ങളൊക്കെ തൂങ്ങിക്കൊണ്ട് ഗൈസ് നോക്കി. ഇവിടെ എന്തോ വലിയ കല്യാണ പരിപാടി നടക്കും. വലിയ ആളൊന്നുമില്ല കേട്ടോ, വലിയ ആളും പേരൊന്നുമില്ല. ബലൂണുണ്ട് ഇവിടെ, പിന്നെ അവിടെ ഒരു ക്യാമറമാൻ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാട്ടോ. ഇതിൽ ഞങ്ങൾ നടക്കുക. ഈ കാണുന്നേ ഇവിടുത്തെ ലിവിനെ അങ്ങയുടെ കൈകളിൽ ഇത് പിടിച്ചാലും ഇവിടെ എന്തോ കല്യാണത്തിൻ്റെ പരിപാടിയായിട്ട്. വലിയ ആളും പേരൊന്നും കാണുന്നില്ല കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആൾക്കാർ നമ്മളോട് വന്ന് പൈസ ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ വളരെ ശ്രദ്ധിക്കണം. തട്ടിപ്പറി, അതുപോലെ തന്നെ പിടിച്ചുപറി, ഇത് ഭയങ്കരമായിട്ടുണ്ട്. യൂറോപ്പിൻ്റെ എല്ലാ സ്ഥലങ്ങളിലുള്ള കാര്യമാണ്. വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ല നമ്മൾ ഒന്നുമില്ല തിരിച്ചു കൊണ്ടുവരും. ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത്ര വിഷയമില്ല കേട്ടോ. പിന്നെയും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എന്താ പറയുക വിഷയമില്ലാത്ത ഞങ്ങൾ സഞ്ചരിച്ച രാജ്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അത് മാത്രമല്ല, ഏഷ്യയിൽ നിന്നൊക്കെ ആൾക്കാർ കയറി വന്നിട്ട് ഇവിടെ ഭിക്ഷാടനങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളവരും ഉണ്ട്. അത് മാത്രമല്ല കേട്ടോ, അവർ നമ്മളെ ഭയങ്കരമായിട്ട് ഇത് കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റോങ് ആവും നമ്മളോട് ഇങ്ങോട്ട്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. കണ്ടോ, ഈ കാണുന്ന പള്ളിയോട് ചേർന്ന് ഇവിടെ ഒരു ചെറിയ ഒരു പൂള് പോലത്തെ ഒരു സംവിധാനം കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ. പിറ്റ്ബുള്ള് വന്ന് നോക്കിയേ, ഇത് എന്നാടോ അത് ഒന്ന് പോയി. എന്താ അസാമാന്യ ജീവി കേട്ടോ അത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയില്ല. പിന്നെ നല്ല ലുക്കാട്ടോ, ഫുൾ അപ്പാർട്ട്മെൻറ്റ് ഏരിയകളാണ്. തൊട്ടപ്പുറം ചെറിയൊരു മല പോലെ കേട്ടോ. വണ്ടികളാണ്, ഫുൾ ടാക്സികളാണ്. ഗൈസ് ഒരു പഴയ ബിൽഡിംഗ് ഉണ്ടോ, എനിക്കൊന്ന് പൊളിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ. പൊളിക്കാനുള്ള സമയം എപ്പോഴും നോക്കിയാൽ ഈ കുത്തി വരച്ച് നശിപ്പിച്ച്, എനിക്കറിയില്ല കേട്ടോ എന്താ ഇങ്ങനെയെന്നുള്ളത്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇതേപോലെ വരയ്ക്കുമെന്ന് തോന്നുന്നു. എല്ലാ സ്ഥലങ്ങളും ഇതേപോലെ കേട്ടോ. നമ്മുടെ നാട്ടിലൂടെ ഒക്കെ നടക്കുന്ന ഒരു സെയിം സെറ്റ് നോക്കി. ചെരുപ്പ് ഷോപ്പ്, അതുപോലെ തന്നെ ഉള്ള സംവിധാനങ്ങൾ. ആൾക്കാർ കുറവാണ്. ആ ശരിയായിട്ടോ. നോക്കിയേ, മണത്തിട്ട് ഈ സൈഡിൽ കൂടെ പോകത്തില്ല കേട്ടോ. ഫുൾ അലമ്പാ. ഫ്രണ്ടിലേക്ക് നല്ല രീതിയിൽ പഴക്കമുണ്ട് കേട്ടോ. നാട്ടുകാർ നടത്തുന്ന കടയാന്ന് തോന്നുന്നു കേട്ടോ. 10, 14, 12, 13 രൂപയൊക്കെ ഡോളർ, യൂറോ റേറ്റിൽ സാധനങ്ങൾ വിൽക്കുന്നുണ്ടോ. ഞങ്ങൾ ഇതുവരെ നടന്നിട്ട് എത്തിയില്ല ഗൈസ്. ഞങ്ങളുടെ ട്രൗസർ ഇനിയുണ്ട് 750 മീറ്റർ, ഏതാണ്ട് 11 മിനിറ്റ് ഇനിയും സഞ്ചരിക്കണം കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ ഡൽഹി ചെന്നൊരു ഫീലിംഗ് ആട്ടോ വരുന്നത്. ഡൽഹി, ഇത് ഡൽഹി തന്നെ ലിവിനെ, ഇത് ഡൽഹി തന്നെ. ക്രോസ് ചെയ്യട്ടെ, ബാ മോൻ നൈസായിട്ട് ക്രോസ് ചെയ്ത് നോക്കിയേ. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ തുണിക്കച്ചവടമൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ നോക്കിയേ, നമ്മുടെ നാട്ടിലെ പോലെ കട വളർന്ന് ഇവിടം വരെ എത്തിയിട്ടോ കട. അടിപൊളി. എനിക്ക് തോന്നുന്നു എനിക്ക് മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ പൈസ കുറവെന്ന് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും ഇത് മാർക്കറ്റ് ഏരിയ ആയിരിക്കും. ഗായ്സ് നോക്കൂ, വന്നോന്ന് ഞങ്ങളൊരു ടൂറിസ്റ്റ് പ്ലേസ് എത്തി. ഗ്രീസിലെ ഓൾഡ് കത്തീഡ്രലാന്ന് തോന്നുന്നു കേട്ടോ, പഴയ വള്ളി. ഇന്നലെ നമ്മൾ കണ്ട ഭാഗത്തിന്റെ വേറൊരു ഭാഗമായി കാണുന്നത്. ഗൈസ് നോക്കൂ, ഇന്ന് ഞങ്ങൾ വേറൊരു ഭാഗമായിട്ട് കാണണേ. അതിന് നമുക്ക് പോകേണ്ട വഴി ഇല്ല അവിടെയാ. ഇതിൻ്റെ അകത്ത് എവിടെ എങ്ങനെ മെട്രോ. ഇത് കിട്ടുന്ന സ്ഥലം കേട്ടോ. ഇതെന്തോ വാക്കിംഗ് സ്ട്രീറ്റ് പോലത്തെ എന്തോ സെറ്റപ്പാടാ. ഭയങ്കര തിരക്കാ കേട്ടോ. ഇതെന്തൊരു തിരക്കാ, ഇതെന്താ ഇതിൻ്റെ അകത്ത്. ഗൈസ് ഇതെന്തോ വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ. ഇതെന്താടാ, എന്താ ഇത്? എനിക്കും അങ്ങനെ ഏകദേശം തോന്നുന്നേടാ. നമ്മുടെ സ്ഥലം എത്തിയല്ലോ. എന്തോ വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ. പമ്പൻ ആളുകളാ.
ഈ കാണുന്ന ഇതാണ് മെട്രോ സ്റ്റേഷൻ. ഞങ്ങൾ നേരെ മെട്രോ കയറട്ടെ, എയർപോർട്ടിലേക്ക് പോടാ. നോക്കി ഇങ്ങോട്ട് നോക്കി, ഇന്ന് മേലൊക്കെ ഇരുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന നോക്കി. ഇവിടെ ഉമ്മപ്പല്ല ഭയങ്കര. ഞങ്ങൾ നേരെ മെട്രോ ടിക്കറ്റ് എടുക്കട്ടെ. 18 യൂറോ എങ്ങനെയാണ്. ഇനിയിപ്പോൾ കൗണ്ടർ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. എവിടെയാണ് കൗണ്ടർ? ടിക്കറ്റ് കൗണ്ടർ നമ്മൾ ഈ വന്ന മെട്രോയില്ല, ടിക്കറ്റ് കൗണ്ടർ ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ മിഷനിൽ നിന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. ഞങ്ങൾ ഈ ചേട്ടനോട് സഹായം ചെയ്തു തരാമെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. 2 പേജ് 2 കാർഡ് മിഷീൻ്റെ അത് നമുക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ. 100%. ദിസ് ഈസ് ദ ടിക്കറ്റ്. This is the receipt. These 2 are the tickets. Okay. Thank you. Okay. Thank you. Which way? Blue line. This which way? Yeah. That way you get down. This way in blue line. Yeah, blue line. Okay. നമുക്ക് ബ്ലൂ ലൈനാണ് പോകണ്ടേ. കൊണ്ടാലിപ്പി ഒരെണ്ണം നിനക്ക് ഒരെണ്ണം എനിക്കും. പോലീസുകാരനോട് ചോദിച്ചിട്ട് പറഞ്ഞു. പുള്ളിക്ക് വിവരമില്ലടാ. ഇതിൽ ഇറങ്ങാം കേട്ടോ. ഇതാ ബ്ലൂ ലൈൻ. ഇതേ ലിവിനെ എയർപോർട്ട്. ലിവിനെ ഇത് എയർപോർട്ടിലേക്ക് പോകേണ്ടത് ഇത് തന്നെ, ഏതൻസ് എയർപോർട്ട്. നല്ല തിരക്കാട്ടോ അത്യാവശ്യം. നമ്മുടെ കാർഡ് ഇങ്ങനെ സ്കാൻ ചെയ്യുന്നു, തുറന്നു തരും. ഇവിടെ ടാപ്പ് ആൻഡ് പേ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ഓണാക്കി വെക്കുന്ന അത്ര നല്ല കാര്യമല്ല കേട്ടോ. അത് ഓഫാക്കണം. ഞാൻ ഇപ്പോൾ ടാപ്പ് ആൻഡ് പേ ഓണാക്കിയായിരുന്നു, അത് ഓഫാക്കട്ടെ. നേരെ മെട്രോയിലേക്ക് പോകട്ടോ. അത്യാവശ്യം ഇതൊരു ടൗണിൻ്റെ സെൻട്രൽ ഭാഗം ആയതുകൊണ്ട്, ഏതൻസിൻ്റെ സെൻട്രൽ ഭാഗം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ആയിരിക്കട്ടെ ഇത്രയും തിരക്ക് വരാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു. റോഡ് അടിയിലേക്ക് ഇറങ്ങിയേ. അപ്പം എല്ലായിടത്തും ഇതേപോലത്തെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ പഴയത് കുഴിച്ചപ്പം കിട്ടിയതായിരിക്കും. എന്തായാലും ഇവന് എയർപോർട്ടിൻ്റെ സിഗ്നൽ കാണുന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിൻ്റെ സിഗ്നലിൽ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് കാർഡ് കേട്ടോ. ഇതാണ് മെഷീൻ്റെ അകത്ത് നിന്ന് എടുത്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കിട്ടിയത്. എനിക്കൊന്ന് ഇത് ബസ്സിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ കാർഡാണെന്ന് തോന്നുന്നു കേട്ടോ. അതായിരിക്കും ഇത് എക്സിറ്റ്. അതാ ഇവിടെ കുറേ ലൈനുകളുണ്ട്. അതായത് അണ്ടർഗ്രൗണ്ട് മെട്രോ കേട്ടോ. അത് അങ്ങോട്ടും ഇല്ലാന്ന്, ഇത് ഇവിടെ ഒന്നും അണ്ടർഗ്രൗണ്ട് അല്ല. അങ്ങോട്ടും ഇല്ലാന്ന് ഇത് ഫുൾ അണ്ടർഗ്രൗണ്ടായി മാറും. എയർപോർട്ടിലേക്ക് അല്ലാ നേരത്ത് ഫുള്ള് പിന്നെ സാധാരണ സ്ഥലങ്ങളിലേക്ക് എത്തും. അങ്ങനെയാണ്. ഇവിടെ 2-3 ഇതേപോലത്തെ 2-4 നിലകളിലൊക്കെ ആയിട്ട് പല രീതിയിലാണ് മെട്രോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് റേഞ്ച് ഉണ്ടെന്ന് ഓർത്ത് നമ്മൾ കയറിയത് ഓർമ്മയുണ്ടാവും. കുഴി കൂടെ വന്നത്. അതെ വയസ്സ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഇതിലെ തന്നെ സഞ്ചരിക്കണം. എയർപോർട്ടിലേക്ക് പോകുന്ന ആ റൂട്ട് അത്യാവശ്യം തിരക്കാണ്. ഒന്നുമില്ല, 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എയർപോർട്ട് പിടിക്കാം. ടാപ്പ് ആൻഡ് പേ ഓഫാക്കുക ഓണാക്കുക ഇത് തന്നെ എൻ്റെ പരിപാടി. കാരണം ഇവിടെ ചില സ്ഥലത്ത് ടാപ്പ് ആൻഡ് പേ മാത്രമേ പിടിക്കുള്ളൂ. ഇത് എന്നതാണോ ദൈവമേ, അണ്ടർഗ്രൗണ്ടോ? ഇത് വമ്പൻ സെറ്റപ്പാട്ടോ. ചില ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്ത് ഭീകരത തോന്നുന്നു. എന്നോട് താഴെ പോയേ നമ്മുടെ ഒന്നും അല്ലല്ലോ. പുള്ളിക്കാരിയുടെ എന്തോ കഴിച്ച് നോക്കൂ. ചില ഭാഗങ്ങളിലേക്ക് വന്ന് ഭീകരത തോന്നുന്നു കേട്ടോ. ഒരു എസ്കലേറ്റർ ഇറങ്ങി അടുത്ത എസ്കലേറ്ററിലേക്ക് കയറാൻ വേണ്ടി പോകാട്ടോ. ഇതെന്താ ഇങ്ങനെ? ഇതന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന മാത്രം എനിക്ക് തോന്നുന്നു ഇതങ്ങ് ഭൂമിയുടെ അടിയിലാന്ന് തോന്നുന്നു വെച്ചേക്ക്. നല്ല ലിപിയാ. എത്തി കേട്ടോ. ഏതൻസ് ബ്ലൂ ലൈനാണ് നമ്മുടെ. തിരക്കുണ്ടോടാ? ഓരോ 10 മിനിറ്റിലും വരും തോന്നുന്നു. വന്നു. തിരക്കുണ്ടാ കയറണ്ട. എൻ്റെ അമ്മേ, ഇതെന്നതാ ഇത്? എയർപോർട്ടാണോടാ? എയർപോർട്ടായിരിക്കും. ഇന്ന് പോകുന്ന കേട്ടോ. പക്ഷെ ഇതിന് ഞങ്ങൾ പോകുന്നില്ല. എന്തുകൊണ്ട്? ഇതിന് തിരക്കാണ്, ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞങ്ങൾ അടുത്തേനെ പോകുന്നുള്ളൂ കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, തിരക്ക് കുറഞ്ഞു പോകാമല്ലോ. നമുക്ക് പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ ഏത് സൈഡിൽ നിൽക്കൂടാ? ഫ്രണ്ടോ ബാക്കോ എവിടെയെങ്കിലും നിൽക്കേണ്ട. എൻ്റെ അമ്മ ഇത് എന്നാടാ പൈസ നോക്കുക. അണ്ടർഗ്രൗണ്ട് ആണ്. ഒരു പ്രത്യേകിച്ച് കവറിങ് ഒന്നുമില്ല. ചൈനയിലൊക്കെ ഫുള്ള് കവർ ചെയ്തിട്ടുള്ള സെറ്റപ്പാണ്. ഇവിടെ അതൊന്നുമില്ല കേട്ടോ. തൊട്ടിപ്പുറം വേറെ ഒരെണ്ണം വന്നു കേട്ടോ. ചോദിച്ചു. എല്ലാ 8 മിനിറ്റിലും ഇവിടെ ട്രെയിൻ വരും. എല്ലാ 8 മിനിറ്റിലും കേട്ടോ. പുള്ളിക്കാരി ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഏതാണ് എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ എന്നുള്ളത്. ഞങ്ങൾ നോക്കി നിൽക്കുക കേട്ടോ. അതായത് ഈ ലൈനിൽ തന്നെ എയർപോർട്ട് അല്ലാതെ വേറെ ചൈന, കസാഖിസ്ഥാൻ 3ാമത്തെ രാജ്യത്തിൻ്റെയാണ് കയറുന്നത്. ഗ്രീസിലേട്ടോ. ഇത് നമുക്കുള്ളതല്ല കേട്ടോ. ഇത് നമ്മുടെ അല്ലെന്ന് പുള്ളിക്കാരി പറഞ്ഞു കേട്ടോ. ഇത് വേറെ അങ്ങോട്ട് പോകുന്നത്. ഇതും ബ്ലൂ ലൈൻ തന്നെയാണ് കേട്ടോ. നമുക്ക് ഓരോ 8 മിനിറ്റിലും വരും പോലും. അതിലേതെങ്കിലും ഒന്നിൽ കയറിയാൽ മതി. ഇതേതാ ലോക്കൽ സ്ഥലത്തോട്ട് പോകുന്നു. മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ട് മുറിച്ച് കിടക്കാൻ പറ്റില്ല. നമ്മുടെ അന്ന് പോയാലും മുറിച്ച് കിടക്കാൻ പറ്റൂല. ഇങ്ങോട്ടും ഇങ്ങോട്ട് കുറേ മെട്രോ ഉണ്ടല്ലോ. ഇതിന് എന്തോരം ഇപ്പൊ അവിടെ നിന്ന് പോയതുള്ളൂ. പഴയതാടാ. ആണോ? പണ്ട് തുടങ്ങിയത് ഇതൊക്കെ. ഒന്നും പുതിയതൊന്നുമല്ല. നമ്മുടെയൊക്കെ എത്ര കൊല്ലം വന്നിട്ട് 10 ആയി കാണും. നമ്മുടെ 10 വന്ന ജപ്പാനിലാന്ന് തോന്നി ആദ്യത്തെ സെറ്റപ്പ്. പക്ഷെ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റോഡിന്റെ അടിയിൽ കൂടെ അല്ലേ.
അല്ലേ? നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ പാലത്തിന്റെ മേളിൽ കൂടി അല്ലേ? ആ ഈ കാണുന്നതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ കേട്ടോ. ദുരിതമായിരിക്കും, ഫുൾ തിരക്കാടാ. ആദ്യത്തേക്ക് കയറി പോയാൽ മതിയായിരുന്നു. ആദ്യം തന്നെ പോയാൽ മതിയായിരുന്നു കേട്ടോ. ദൈവത്തിനറിയാം എങ്ങനെയാവും എന്നുള്ളത് കേട്ടോ. എൻ്റെ അമ്മേ നല്ല തിരക്കാടാ ലിവിനെ, നല്ല തിരക്കാണ്. എല്ലാ തിരക്കാണ് ഇവിടെ. ഞങ്ങൾ നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾ നമുക്ക് ആദ്യത്തെ വണ്ടി തന്നെ പോയാൽ ഞാൻ എന്നോട് അപ്ലൈ പറഞ്ഞതല്ലേ. അതിന് ഇത്ര തിരക്കില്ല, അതിന് ഇത്ര തിരക്കില്ലായിരുന്നു. നേരം വരെ നമ്മൾ അണ്ടർഗ്രൗണ്ടിലായിരുന്നു, ഇപ്പോഴും നമ്മൾ പുറത്തോട്ട് എത്തിയിട്ടോ. ഇനി ഏകദേശം 3 സ്റ്റോപ്പ് കൂടെ ഉള്ളായിരുന്നു നമ്മൾ എയർപോർട്ടിൽ. കറക്റ്റ് വേതന കറക്റ്റ് ട്രെയിൻ നമ്മൾ കയറിയാൽ ഗൈസ് നോക്കി ഇനിയിപ്പോൾ ഏതാണ്ട് 3 സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിട്ടോ. ഇപ്പോൾ ഏതോ ഒരു റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. അതായതുണ്ടല്ലോ എനിക്ക് അതെ എത്താറായടാ. നമ്മൾ വന്നപ്പം കണ്ട അതേ കാഴ്ച ഗൈസ് നോക്കൂ, നമ്മൾ വന്നപ്പോൾ ഇങ്ങോട്ട് മെട്രോയിൽ എന്ത് കണ്ടോ ആ സെയിം സംഭവം അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നുണ്ടോ. ഈ കാണുന്നൊക്കെയുണ്ടല്ലോ അപ്പാർട്ട്മെന്റ് ഏരിയകളാണ് കേട്ടോ. എന്തോരം അപ്പാർട്ട്മെന്റാന്ന് നോക്കിയേ. എല്ലാം ഓരോ മലയുടെ സൈഡിൽ ഇങ്ങനെ അങ്ങോട്ട് പടർന്ന് പന്തലിച്ചെടുക്കാം. വീടുള്ള സ്ഥലത്ത് വീട്, ഇല്ലാത്ത സ്ഥലത്ത് ഒന്നും ഇല്ലല്ലോ. പടർന്ന് പന്തലിച്ചെടുക്കും, പാവയ്ക്ക് കിടക്കുന്ന പോലെ. ഞങ്ങൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ കൂടെ കേട്ടോ പോകുന്നത്. അതുകൊണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ഒരു പ്രത്യേകതരം മരം കാണാം. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാതെ. പിന്നെ ഇങ്ങനെ പാവയ്ക്ക പടർന്ന് നടക്കുന്ന പോലെയുള്ള വില്ലേജുകൾ അല്ലടാ ലിപിയ. അതേപോലെ എനിക്ക് തോന്നുന്നത് കല്ലുമുള്ളി ചെടിയാണ് ഇത്. എന്നാണോ ഒരു പച്ചപ്പെന്ന് പറയാനില്ല കേട്ടോ. ഒരു 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 മങ്ങിയ പച്ചപ്പ്, വേറെ ഒന്നും കാണാനില്ല. മങ്ങിയ കാലാവസ്ഥ ഇത് കേട്ടോ. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ എയർപോർട്ടിൽ എത്താറായി. നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഞങ്ങൾ എത്തി. നല്ല തിരക്കാട്ടോ. ലിവിനെ ശ്രദ്ധിച്ചില്ലേ, പല്ലിൻ്റെ എണ്ണം കുറയാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഓ ഈ സൈഡാണ് തുറക്കുന്നത്, ഭാഗ്യം. ഞങ്ങൾ നേരെ ഈ കാണുന്ന ഇതിൽ ഇറങ്ങട്ടെ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ എയർപോർട്ടിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്നുണ്ടല്ലോ നമുക്ക് ഈ കാണുന്ന ഇതിലാണ് അപ്പുറത്തോട്ട് കിടക്കണ്ടേ. അത്യാവശ്യം തിരക്കുണ്ട്. ഈ തിരക്ക് കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ് നോക്കൂ, നമുക്ക് ഇന്ന് വെളുപ്പിനെയാണ് ഫ്ലൈറ്റ്, 7 മണിക്ക്. അപ്പം ഞങ്ങളെന്താ നേരത്തെ വന്നതിന് കാരണം വെച്ചാൽ മെട്രോ ആ സമയത്തില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അവിടുന്ന് കറക്റ്റ് സമയത്തൊക്കെ വന്ന് ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ അത് വലിയ വിഷയമാണ്. ഞങ്ങൾക്കാണെങ്കിൽ വിസ പീരീഡും കുറവാണ് അല്ലേ ലിബിനെ? മസിലിനകത്ത് നിനക്ക് മസിൽ കയറി. ഗൈസ് ലിബിൻ അങ്ങനെ മസിൽമാനുമായി. നോക്കിയ തിരക്ക് നോക്കി. ഈ തിരക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്നുള്ളൂ. എന്നാ നമ്മുടെ നാട്ടിലത്തെ ട്രെയിനില്ലേ, മോണോ ട്രെയിൻ, അതേപോലെ സംഭവമാണ്. ഇതാണോ ചൈനക്കാരെന്തോരം, ചൈന, ജാപ്പനീസ്, കൊറിയൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എസ്കവേറ്റർ ഞങ്ങൾ കയറി. അടുത്ത എസ്കവേറ്റർ കയറിയാലേ ഈ കാണുന്ന ആ ഒരു ഇതിനൊപ്പത്ത് എത്തത്തുള്ളൂ കേട്ടോ. അല്ലല്ല ഇതാ എയർപോർട്ട് കേട്ടോ. അതാണ് എയർപോർട്ട്. നമുക്ക് അറൈവൽ, ഡിപ്പാർച്ചറാണോ അറൈവലാണോ നമ്മൾ? ആണോ? ഉറപ്പാന്നോ? ഞങ്ങൾ അതിൽ ഏതൊന്നിലാണ് കയറേണ്ടത്. അപ്പോൾ അതിന് കയറാൻ വേണ്ടി പോവാണ്. ഇച്ചിരി വെള്ളം മേടിക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു, തൊണ്ട വറ്റുന്നു. ഓ ഇവിടെ ടാപ്പുണ്ട് കേട്ടോ ലിവിനെ. ലിവിനെ തീർന്നു. ഇത് ചെക്കിങ്, അടിപൊളി ചെക്കിങ് ആണ് കേട്ടോ. TT ചെക്കിങ് ആണ്. പിടിച്ചു ഞങ്ങളെ ചെക്ക് ചെയ്ത് എല്ലാവരും പിടിച്ചു കേട്ടോ. ഉണ്ടാവുമായിരിക്കാം. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് സഞ്ചരിക്കാൻ. അത് പാർക്കിംഗ് സെക്ഷൻ, ഇത് എയർപോർട്ട് സെക്ഷൻ. ഇതാണ് ടിക്കറ്റ്. എവിടെ പോയാലും ഇത് എടുക്കുക കേട്ടോ. ഇതെടുക്കുവാണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ ആൾക്കാർ ഇതെടുക്കാതെ വേറെ ആൾക്കാർ ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ പോകുന്നവരൊക്കെ ഉണ്ട്. ഇവർ സമാധാനപ്രിയരാണല്ലോ, ഇവരൊന്നും മിണ്ടത്തില്ല കേട്ടോ. ഗൈസ് ഞങ്ങൾ വന്നവിടെ ദാഹിച്ചപ്പം ഒരു സ്പ്രൈറ്റ് മേടിച്ചു. 3.90 യൂറോ, ഏകദേശം 300-400 അടുത്തെത്തി കേട്ടോ. അതാണ് മറ്റേ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. ഇതിനാണ് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. അപ്രോക്സിമേറ്റ് ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. താഴെയാണോ മേളിലാണോ കയറേണ്ടതെന്ന് ആദ്യം പോയി അന്വേഷിക്കണം. അതിനുശേഷം നമുക്കവിടെ കുറേ സമയം വെയിറ്റിംഗ് ഉണ്ട്. അവിടെ നമുക്ക് ഫുഡൊക്കെ കിട്ടും കേട്ടോ എയർപോർട്ടിൽ. സോറി തെറ്റിപ്പോയി. ഫ്ലൈറ്റ് ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടും. ഞങ്ങൾ അങ്ങോട്ട് നല്ല ഫ്ലൈറ്റ് എടുത്താക്കുന്നത് കേട്ടോ. യെസ് ഐനോ നമുക്ക് മേളിൽ കൂടെ കേട്ടോ പോകണ്ടേ. ഈ സൈഡിലൊക്കെ ഫ്ലൈറ്റ് എടുക്കുന്നതാണ് കേട്ടോ. ഇതേതാ? ഇത് എയർസ്ഥാനോ അല്ല റയാനെയർ. ഇത് ഞാൻ ആദ്യമായിട്ടാണോ? ഇത് ഖത്തറാട്ടോ. യെസ് എടാ, ഇത് എയർ ചൈന കിടക്കുന്നത്. ആ വലിയ ഫ്ലൈറ്റ് എയർ ചൈന. കമൺ നോക്കൂ. ഇത് കണ്ടോ, ഈ കാണുന്നത് പഴയ ബെൻസ് ആട്ടോ. അതായത് നമ്മുടെ ടെമ്പോ ഇല്ലേ, പഴയ ടെമ്പോ ഇല്ലേ നമ്മുടെ അവിടുത്തെ, അതിന്റെ ഒറിജിനൽ ബെൻസ്. ആ സാധനം പിന്നെ പണിത് സെറ്റപ്പ് ആക്കി കൊണ്ട് നടക്കുന്നുണ്ട്. കാണുന്നത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ബയോഗ്രാഫി തോന്നുന്നു. പുതിയ ബയോഗ്രാഫികൾ, എത്ര ബയോഗ്രാഫികൾ. ഏതൻസ് എയർപോർട്ടിലേക്ക് ഞങ്ങൾ കയറും കേട്ടോ. ഇവിടെ ഒരു ബ്ലോഗർ ഉണ്ട്, പുള്ളി അവിടെ കീച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. കോമ്പറ്റീഷൻ വേണ്ട,
ഇവിടെ നേരെ ഫ്രണ്ടിലേക്ക് ഞങ്ങൾ നടന്ന് പോവാട്ടോ. ഫോണിനുള്ളിലെത്തി. ഇവിടെ കുറച്ച് ചെക്കിനുണ്ട്. പിന്നെ ഇനി 92 ഭാഗങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇപ്പോഴൊന്നും അല്ല കേട്ടോ നമ്മുടെ. ഇതൊരു തിരക്കാന്നറിയാവോ? ഒരു 25,000 പേരുണ്ടാവും മൊത്തം. ഇത് എന്തോരം കൗണ്ടർ ഉണ്ടെന്നറിയാവോ? എൻ്റെ അമ്മേ, ഓക്കെ എന്തോരം കവറാന്ന്. ഇത് ചെക്കിനൊക്കെ നേരത്തെ ഇതിലെ പണി പാളിപ്പോകും. പ്ലെയിനുകൾ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഒരു 10-20 പ്ലെയിൻ ഇത്രയും നേരം വരെ ഞങ്ങൾ പുറത്തായിരുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറാൻ വേണ്ടി പോകാം കേട്ടോ. ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ. ലിബി അവിടെ റെഡിയായി. ഇതാട്ടോ, ഞങ്ങളിപ്പോൾ അവിടെ ഇൻഫർമേഷൻ കൗണ്ടർ ചെന്ന് കഴിഞ്ഞപ്പം അവരെൻ്റെ കൈ തന്നെ 2.5 മണിക്കൂർ മുമ്പേ തുടങ്ങുള്ളൂ. ഞങ്ങളൊരു മാളിൽ വന്നതാന്ന് വിചാരിച്ചങ്ങ് നടക്കും കേട്ടോ. എയർപോർട്ടാന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് രാവിലെ ഒരു 7 മണി തള്ളി നിൽക്കണം. കുറേ കടകളിൽ പോയിരിക്കണം. വാച്ച് ഷോപ്പ് കണ്ടു. മൈക്കിളിന് പറ്റിയ വാച്ച് ഉണ്ടോ നോക്കട്ടെ കേട്ടോ. പക്ഷെ ഒന്നും ഒരു സെറ്റപ്പുള്ള വാച്ചൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. 6 ടൈം അതിൻ്റെ ഏരിയ. ഏറ്റവും വലിയ എയർപോർട്ടിൽ ചാർജിങ് സംവിധാനം വളരെ മോശമായിട്ടോ. ലാസ്റ്റ് ഇവിടെ ഒരു സംഭവം കിട്ടി. അവിടെ ഞങ്ങളെല്ലാം ചാർജ് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. തൊട്ടപ്പുറത്തെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കുറച്ച് സാധനം മേടിച്ചുകൊണ്ട് വന്നു. ലിബിക്ക് പിസയും ഞാൻ ഈ കാണുന്ന സാധനം കേട്ടോ മേടിച്ചത്. കൊള്ളാം അവിടെ ചോദിച്ചത്തില്ല. ഇവിടെ ചോദിച്ചു നോക്കൂ. സമയം ഇപ്പം രാത്രി. ഞങ്ങൾ നേരത്തെ ഉള്ളിലേക്ക് കയറി പോയതാട്ടോ. ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി വന്നു. എങ്ങനെയാലും നേരം വെളുപ്പിക്കണം. നേരം വെളുത്ത് 7 മണി ആയെങ്കിലേ നമുക്ക് കാര്യമുള്ളൂ. അതിന് മുമ്പ് ഒരു 3-2.5 മണിക്കൂർ മുമ്പേ തുടങ്ങുള്ളൂ. നേരത്തെ ഞങ്ങൾ ഉള്ളിൽ പോയി ചോദിച്ചോൻ പറഞ്ഞേ. എങ്ങനെയാലും നേരം വെളുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കിടക്കോട്ടില്ല. ലിബി അവിടെ കിടപ്പുണ്ട്. ഇങ്ങനെ ഞാനൊരു എയർപോർട്ടിൽ കറണ്ട് പോകുന്നത് കണ്ടു കേട്ടോ. ഈ എയർപോർട്ടിൽ എല്ലാവരും ഇതേപോലെ കിടക്കും കേട്ടോ. ലിബിനും അതേപോലെ കിടക്കുവാണ്. ഒരാൾ ഉറങ്ങാതിരുന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഗൈസ് നേരം വെളുത്തു കേട്ടോ. ഏജൻസി ഇപ്പം 4 മണി. നാട്ടിലിപ്പോൾ 6-6:30 കാണും. ഞങ്ങളിവിടെ വന്ന് നിന്നു. ഒറ്റ മനുഷ്യനില്ല. 2.5 മണിക്കൂർ മുന്നേ ഓപ്പൺ ആക്കുള്ളൂ. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ നേരെ ഉള്ളിലേക്ക് പോകാട്ടോ. നോക്കൂ, ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ കാണുന്ന ലാസ്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറ്റിയിരുന്ന അവിടെ എത്തി. ഈ കാണുന്ന ഗൾഫ് ഫെയറിനുണ്ടല്ലോ, നമുക്ക് 2 ടിക്കറ്റ് വെച്ച് കിട്ടും. അതായത് ഏതൻ ടു ബഹ്റൈനും പിന്നെ അതേപോലെ ബഹ്റൈൻ ടു ബാംഗ്ലൂരും. ഇങ്ങനെയാട്ടോ ടിക്കറ്റ് തരിക. ബേസിന്റെ പോലെ ഇല്ല. 45 കിലോ നമുക്ക് കൊണ്ടുപോട്ടോ. 45 കിലോ നമ്മളാകെ 5 കിലോ കയറ്റി വിട്ടു. ഗൈസ് നോക്കൂ, ഇന്നലെ വന്നിരിക്കുന്നതാണ്. ഇന്ത്യ കേട്ടോ. ഈ ഫ്ലൈറ്റ് ഫുൾ ഇന്ത്യ. ആളും പേരൊന്നും ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ഫൈനലി ഫ്ലൈറ്റ് കയറി. കിട്ടിലും ഫ്ലൈറ്റ്. ബഹ്റൈനിലെ ഫ്ലൈറ്റ് ആണ്. ഇത് ബോയിങ് ആണോ എയർബസ്? Our flight time will be 3 hours and 45 minutes. A very special welcome to our Falcon Flyer members. In preparation for departure, personal electronic devices must be in flight mode. ഇത് പടപടയെന്ന് എടുത്തോണ്ട്. ഇത് ലേറ്റ് ഓൾറെഡി കേട്ടോ. ടീച്ചറാണല്ലോ പഠിപ്പിക്കുന്നത്. അതായത് കിട്ടിലും ഫ്ലൈറ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുഷ് പാക്ക് ഉണ്ട്, പിന്നെ തലമണ ഉണ്ട്, പിന്നെ ഇതിങ്ങനെ ആക്കാൻ പറ്റൂട്ടോ. ഉറങ്ങിയ തല പോകൂല. ഇങ്ങനെയൊക്കെ നീ തല വെക്ക്. നിന്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആവൂല. ചാർജിങ് പോർട്ട് ഉണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് ഗ്രീക്കിന്റെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. തൊട്ടപ്പുറത്ത് ഇത്താത് കിടപ്പുണ്ട്. അങ്ങനെ കുറെ ഫ്ലൈറ്റുകൾ കിടപ്പുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കാണുന്നത് ഇത് ബിസിനസ് ക്ലാസ് ആട്ടോ. ഇതിൻ്റെ അകത്ത് അവരുടെ ഗൾഫ് ഫെയറിന് ആടൊക്കെ ഉണ്ട്. തൊട്ട് ബേക്കിൽ കാണുന്നത് ഒറ്റ സീറ്റ് മര്യാദയ്ക്ക് ഫുള്ളല്ല കേട്ടോ. ആകെ 20-25 പേരേ ഉള്ളൂ ഈ ഫ്ലൈറ്റിൽ. ഗൈസ് ഈ കാണുന്ന ഫ്ലൈറ്റ് എയർബസിന്റെ 320 ഇവിടെ ഉണ്ടായിരുന്നില്ല പണ്ടാരം. 320 INEO NEO HD. ഇതിൻ്റെ ഉള്ളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ബേസിക് അല്ല. വേറെ കാര്യമുണ്ട്. ഇപ്പൊ എല്ലാരും എയർബസ് മതി, ആർക്കും ബോയിങ് വേണ്ട. ഈ വണ്ടി ദില്ലിയിൽ ഏറ്റവും ചെറുതാണ്. 45,000 രൂപയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. ലാഭമല്ലേ? Airbus A320 flight number 048 Airbus. bound to Victor Bahrain. Yes. First of all, Bob, God bless you. late time, but we map for it. As we are waiting for the cargo doors to be closed. We're just waiting for approximately about 5 minutes. ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് ഇന്നലെ ഒന്നും ഉറങ്ങാത്തതിന്റെ നല്ല രീതിയിൽ ഉറക്കക്ഷീണമുണ്ട്. എനിക്കുണ്ട്. നീ കിടന്ന് ഉറങ്ങിയില്ല നൈസായിട്ട്? ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് നല്ല ഉറക്കക്ഷീണം. എനിക്ക് ഫുഡ് കഴിച്ചിട്ടാണ് ഉറങ്ങാൻ വേണ്ടി. ബ്രിട്ടീഷ് എയർ ഉണ്ട്, എത്താതുണ്ട്, എല്ലാ എയർവേസും ഉണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ യൂറോപ്യൻ മണ്ണിനോട് നമ്മൾ വിട പറഞ്ഞ് നമ്മൾ അങ്ങനെ ബഹ്റൈനിലേക്ക് പോവാണ്. ടാറ്റ കൊടുക്കാൻ സമയം കേട്ടോ. എന്നാലും ഇതെങ്ങനെ ലാഭം? എത്ര കോടി രൂപ നഷ്ടം ഉണ്ടാവും ഇപ്പൊ ഈ ഫ്ലൈറ്റിന്? അവിടുന്ന് അങ്ങോട്ടും ആളുണ്ടോ എന്ന് പറഞ്ഞിട്ട് അറിയത്തില്ല കേട്ടോ. അത്യാവശ്യം ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്. വലിയ രീതിയിൽ ഫ്ലൈറ്റ് ഒന്നുമില്ല, അത്യാവശ്യം. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് നല്ല രീതിയിൽ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ് ഈ ചേട്ടൻ ഫ്ലൈ ചെയ്യാനുള്ള എല്ലാ പെർമിഷനും കൊടുത്തു. പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. ഇനി എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള ഇത് കിട്ടിയാൽ
ടാറ്റാ ബൈ ബൈ ഗുഡ് ബൈ. 22,000 രൂപ ഈ ഫ്ലൈറ്റ്. ഭയങ്കര പുറത്താട്ടോ. ഫുഡ് കിട്ടും. നമ്മൾ ദുബായിക്ക് പോകണ എത്ര പൈസ കൊടുക്കണം 3 മണിക്കൂർ പറക്കുന്നതിന്? നമ്മൾ പോയിട്ട് കുറെ ആയില്ലേ, പോയിട്ട്. അങ്ങ് ദൂരെയൊക്കെ പ്രൈവറ്റ് ജെറ്റുകൾ കിടക്കുന്നുണ്ടോ? ഗ്രീസിൽ കോടീശ്വരന്മാരൊക്കെ ഉണ്ട് കേട്ടോ. കാണുന്നത് അമേരിക്കയുടെ ഡെൽറ്റ ആട്ടോ. ഡെൽറ്റ ഇപ്പം വന്നതേ ഉള്ളൂ. ഡെൽറ്റ അവിടെ നോക്കിക്കുക, അത് ബോയിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഒന്നും അങ്ങോട്ട് വ്യക്തത കിട്ടുന്നില്ല. ഇതേ കിടക്കുന്നില്ല പ്രൈവറ്റ് ജെറ്റ്. ഈ ഗ്രീസിലേക്ക് ഇഷ്ടംപോലെ അമേരിക്കൻസ്, യൂറോപ്യൻസ്, അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഈ സമയത്ത്. അങ്ങനെയാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ ഡെൽറ്റ ആകാശം നല്ല ലുക്കാട്ടോ ലിബി. അമേരിക്കൻ ബ്രാൻഡ്. ഐലൻഡുകളിലേക്ക് ഇഷ്ടം പോലെ പാക്കേജുകൾ അതുപോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. അത് ഗ്രീസിൻ്റെ ഐലൻഡുകളിൽ കുറേ കാണാനുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്ന കുഞ്ഞൻ ഫ്ലൈറ്റുകളാട്ടോ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത്. പിന്നെ വെള്ളത്തിലിറക്കാൻ പറ്റിയ ഫ്ലൈറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈ ചെയ്യുന്ന കാണാം കേട്ടോ. ലോക്കൽ ഡൊമസ്റ്റിക് ബ്രാൻഡാണ് സ്കൈ. ഇഷ്ടം പോലെ ഉണ്ട്. എല്ലായിടത്തും DHL സാധനമുണ്ട്. അത് ഒരെണ്ണം ഇറങ്ങി വരുന്നു ഇതേ ആകാശത്ത്. ഗൈസ് ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. കാണുന്ന ഗ്രീസിന്റെ യൂറോപ്യൻ മണ്ണോട് ടാറ്റ പൊങ്ങി. യൂറോപ്യൻ മണ്ണോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്. അടിപൊളി. ഇതിനെ വേറൊരു രീതിയിലുള്ള കാഴ്ചയാണ് കേട്ടോ. അല്ലടാ ഇങ്ങോട്ട് നോക്കി. ഇവിടെയൊക്കെ നല്ല കിട്ടിലൻ എന്താ പറയാ കടലിന്റെ കാഴ്ച കേട്ടോ. മൂടലാ. എൻ്റെ അമ്മ നോക്കിക്കൂടെ, വീടുകൾ അട്ടികെട്ടി കിടക്കുന്നത്. ഇവി ഇങ്ങോട്ട് നോക്കി, വീടുകൾ അട്ടികെട്ടി കിടക്കുന്നത് നോക്കൂ. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തിങ്ങി പാർത്ത് കിടക്കുന്ന വീടുകളാട്ടോ. നേരെ ബഹ്റിനാണ്. ഇതിങ്ങനെ പൊക്കാം താത്താം അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. ഫ്രണ്ട് ഡിസ്പ്ലേ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇങ്ങനെ ഒരു സംഭവം, എന്നിട്ട് അത് രണ്ടാക്കി ഇങ്ങനെ ആക്കാം. പിന്നെ USB ചാർജ് സംഭവങ്ങളൊക്കെ. അത്യാവശ്യം നല്ലൊരു ഫ്ലൈറ്റാണ്, പറയിപ്പിച്ചിട്ടില്ല അല്ലടാ ലിവിനെ അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ ഒരു സ്വിച്ച് പിടിച്ച് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ബാക്കോട്ട് പോകും. ഞാൻ ബാക്കോട്ട്. പിന്നെ നമുക്ക് പില്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പില്ലോ വെച്ച് വേണം ഉറങ്ങാം. ഞാൻ 2 ദിവസം ഇറങ്ങിയിട്ട്, അതായത് ഇന്നലെ തുടങ്ങിയതാണല്ലോ. എൻ്റെ പൊന്ന് നോക്കട ലിവിനെ ഇങ്ങോട്ട് നോക്കട. അടിപൊളി ദൈവമേ, ഞാൻ എൻ്റെ വിലങ്ങുകയും ചെയ്തു ഞാൻ. അടിപൊളി കോറൽ ലുക്ക്. ഇത്ര ലുക്ക് ഉണ്ടായിരുന്നോടാ. വെളിയിൽ നോക്കാൻ നേരം നല്ല കിടിലൻ ഐലൻഡുകളാണ് കേട്ടോ. നമുക്കിനിയും പോയിട്ട് വന്നിട്ട് വേണം എല്ലാം വ്യക്തതയോടുകൂടി ഗ്രീസ് കാണാം കേട്ടോ. ഫുഡ് കിട്ടി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫുഡ്. വെള്ളം, ഗൾഫർ എന്നുള്ള സാധനം, പിന്നെ ഇതില്ലാത്ത റൊട്ടി പോലെ സാധനം. ഇത് 2 ആക്കട. അവിടെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഇതുണ്ടോ, എല്ലാം ഉണ്ടോ അതിൻ്റെ അകത്ത് കേട്ടോ. ചൂടുണ്ടോ? ഒന്ന് പുള്ളി ഇരിക്കുക. ഇതാണ് ഇതിൻ്റെ അകത്ത് കുടിക്കാനുള്ള വെള്ളം. വെജ് ഓർ നോൺ വെജ്? എന്നോട് വെച്ച് നിങ്ങൾ വെജാണോ നോൺ വെജാണോ ആദ്യം വന്നിട്ട് ചോദിച്ചോട്ടെ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. കട്ട് ഫ്രൂട്ട്സ് 2ാമതാണ്, പക്ഷെ നമ്മളെല്ലാം എതിരാണ് കഴിക്കേണ്ടത് കേട്ടോ. നല്ല അടിപൊളി കട്ട് ഫ്രൂട്ട്സ്. ഇതിൻ്റെ അകത്ത് ഫോർക്കും സ്പൂണും കട്ടറും സാധനമൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമുള്ള ഓംലേറ്റ് ഉണ്ട്, പിന്നെ ടിഷ്യൂ ഉണ്ട്, വെള്ളമുണ്ട്. മസാലയൊക്കെ അതിൻ്റെ അകത്തുള്ളൂ. കട്ടറ്, ഫോർക്ക്, ഉരുളക്കിഴങ്ങ്, പിന്നെ ഇവിടെ എന്താ മഷ്റൂമും പിന്നെ ഭയങ്കര പൊടിയാണ്. ആളമ്പിള് കഴിച്ചോലുണ്ട്. പിന്നെ നല്ല ഫിനിഷിങ്ങിലുള്ള കിട്ടിയ ഓംപ്ലേറ്റ് കേട്ടോ. അതാണ് വെജാണോ നോൺ വെജാണോ ചോദിച്ചല്ലേ? ഇതുണ്ടോ വെജ് കൊണ്ട് വെജ്, നോൺ വെജ് കൊണ്ട് നോൺ വെജ് ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ ഇതന്നെയാണല്ലേ അതിലുള്ള റൊട്ടി. ഫൈനലി അങ്ങനെ നമ്മൾ ബഹ്റിലെത്താറായി. ലിവിൻ ഉറങ്ങി അവിടെ എത്തി കേട്ടോ. ഇവിടെ ആയിരുന്നു ലിവിൻ. ഇപ്പോൾ അവിടെ ഉറങ്ങി അപ്പുറത്തെ സീറ്റെത്തി. അപ്പോൾ അവിടെ ഉറക്കം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചെവിയെല്ലാം അടഞ്ഞു പോയെന്ന് പറയണേ. ബഹ്റിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടുന്ന് കാണാമല്ലോ. ഇതെന്താ ഓയിൽ റിങ് പോലത്തെ എന്തോ സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. എന്തോ ഓയിലിൻ്റെ അങ്ങനത്തെ പരിപാടിയാണെന്ന് തോന്നുന്നു. ഗൈസ്, ഞാൻ എൻ്റെ പാസ്പോർട്ട് എടുത്തു കേട്ടോ. ഇതിനകത്ത് ലഭ്യ വെച്ചിരുന്നേ. ഇതിന് വേറെ 2 ടിക്കറ്റും കൂടി ഉണ്ട്. അതിൽ നമ്മുടെ ഗേറ്റ് നമ്പർ ഉണ്ട്. ഇനി അവിടെ പോയി ഇരുന്നാൽ മതി. ഏതാണ്ട് 9 മണിക്കൂറുണ്ട് കേട്ടോ വെയിറ്റിങ്. ഫൈനലി നമ്മളങ്ങനെ ബഹ്റിലെത്തി. ബഹ്റിൻ്റെ ഓരോ ഭാഗങ്ങൾ കണ്ടു തുടങ്ങി കേട്ടോ. ഈ വിൻഡോ വരുമ്പോൾ അടിപൊളി വിൻഡോ ആയിരുന്നു.
ഇപ്പം ഫുള്ള് തല്ലിപ്പൊളിയാട്ടോ, ഫുള്ള് ചെളിയായി. ഫൈനലി നമ്മൾ ബഹറിൻ്റെ മണ്ണിൽ കാല് കുത്താണ്ടി പോവാണ്. എയർപോർട്ട് ഇതേപോലെ കടലിനോട് ചേർന്നായിരുന്നു കേട്ടോ. ഇത് കലക്കി. ഇവിടെ വമ്പൻ കൺസ്ട്രക്ഷൻ രീതികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഗൈസ് നോക്കൂ, ചില സ്ഥലങ്ങളൊക്കെ മേളിൽ നിന്ന് നോക്കാൻ നേരത്തെ പാം ജുമേരയുടെ വേറൊരു രീതിയിലുള്ള സെറ്റപ്പ് ഇവർ പണിയുന്നുണ്ട് കേട്ടോ. ഇത് നോക്കി ഇവിടുത്തെ വില്ലേജുകൾ കേട്ടോ, ബഹ്റിൻ വില്ലേജുകൾ. ഫ്ലൈറ്റ് ഇതിനോട് ആടിയല്ലേ ഇന്ന് ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഗൈസ്. ചെയ്തോടാ. ഇതെന്നാ ഈ പുള്ളി ഇങ്ങനെ ആടിയല്ലേ? ലാൻഡിങ് അത്ര കറക്റ്റ് അല്ല. ഇത്രയും നല്ല ഫ്ലൈറ്റോടെ ലാൻഡ് ചെയ്ത് അത്ര ശരിയായില്ല കേട്ടോ. ഇതൊക്കെ പരിചയമുള്ള അല്ലല്ല, പരിചയമുള്ള പിന്നെ പൈലറ്റിൻ്റെ കൊടുക്കേണ്ട ഇതൊക്കെ അല്ലേ? നമുക്ക് ഇഷ്ടംപോലെ ഫ്ലൈറ്റ് ഉണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ്. And the crew, we thank you for choosing to fly with Gulf Air and look forward to having you on board with us again soon. To all residents of Bahrain, a warm welcome home. Visit bahrain.com to learn more about our home and the experiences we have to offer.